ഇത് വയനാട്ടിലെ ഏറ്റവും വലിയ ചർച്ചാണ്. സെൻറ് തോമസ് ആണ് ഇതിൻ്റെ പേര്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഗേറ്റ്. ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്. ഇവിടെ കാണാൻ നല്ല മനോഹരമാണ് കേട്ടോ. വലിയ ചർച്ചാണിത്. ഇവിടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഏത് മതക്കാർക്ക് വേണമെങ്കിലും കേട്ടോ ഇവിടെ വരാട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ടും കയറാൻ പറ്റും. ഇവിടെ നിറച്ചും ചെടികളും പൂക്കളും ആണേ. ഇവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. ഇത് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡാണ് കേട്ടോ. ഇവിടെ മനോഹരമാണ് കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഇത് ബത്തേരിയിൽ ഉള്ളതാട്ടോ. ബത്തേരി പട്ടിരുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ളതാണ്. ഇവിടെ ആർക്കും വേണമെങ്കിലും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ. ഫ്രണ്ട് സൈഡ് ശരിക്കും വന്നെത്തിയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. വലിയ പള്ളിയാണ് കേട്ടോ. എന്തുകൊണ്ടോ ഇതിൻ്റെ മുറ്റത്ത് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അതായത് കണ്ടോ. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ ഇരിക്കുന്നത്. സൈഡിലും പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെയാണ്. കണ്ടോ. വാതിലവിടെ തുറന്നിട്ടിരിക്കുകയാണ്. അവിടെ നല്ല മനോഹരമായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോവാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. നമുക്ക് തന്നെ നീട്ടിപ്പോയി എത്തണ്ട. കാരണം ഇത്രയും ഭംഗിയായിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കണേ.
ഉള്ളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഗേറ്റ് നോക്കണ്ട കേട്ടോ. അപ്പം സമയം കഴിയുന്നില്ല. ഇവിടെ 6 മണി വരെ ഗേറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ വീട്ടിൽ വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ ഇറങ്ങുകയാണ്. ഒറ്റക്കല്ല കേട്ടോ പറഞ്ഞേ, ഇതിനൊക്കെ ഉണ്ട്. അപ്പം മറക്കണ്ട, ഇഷ്ടപ്പെട്ടവർക്ക് വരിക. ഇത് വയനാട് ബത്തേരി പട്ടരുടി എന്ന് പറയുന്ന സെൻറ് തോമസ് പള്ളിയാണിത്. ചർച്ചാണ് കേട്ടത്, സെൻറ് തോമസ് ചർച്ച്. അപ്പം ആരും മറക്കരുത്, തീർച്ചയായിട്ടും വരണം എല്ലാവരും. നല്ലൊരു പള്ളിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇവിടെ നല്ലവണ്ണം പ്രാർത്ഥിക്കാനും എല്ലാത്തിനും കഴിയുന്നതാണ്. അപ്പം എല്ലാവരും മറക്കാണ്ട് വരിക കേട്ടോ. പക്ഷെ 6 മണി വരെ കയറ്റുകയുള്ളൂ. 6 മണി കഴിഞ്ഞ് അവിടെ പ്രാർത്ഥന സമയമായതുകൊണ്ട്, പള്ളിയിലച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ സമയമായതുകൊണ്ട് ആരും കയറ്റില്ല. നല്ല ഹൈറ്റാണ്. സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. നമുക്ക് കഴിഞ്ഞിട്ട് വേറൊരു കുരിശുള്ള ഒരു സ്ഥലം തരാം. ഇവിടെ പോകുമ്പോൾ നമ്മൾ ചെരുപ്പയാണ്. കുരിശാണ് ഇത്. കണ്ടോ, ഇവിടെ ഇവർ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവർ മെഴുകുതിരിയൊക്കെ കത്തിച്ചത്. ഇവിടെ നേർച്ചയൊക്കെ അവരിടും. കുരിശാണ്, ഇവിടെയും കുരിശാണ് കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ കുരിശ്. യേശുക്രിസ്തുവാണ്. കുരിശ് നേരത്തെ കണ്ട സ്ഥലം ഇവിടെയാണ് ശരിക്കുള്ള യേശുക്രിസ്തു. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ കണ്ടൊരു വട്ടം, ORS എന്ന് പറയുന്നത്, അതായത് നല്ലവരുടെ പുറകിൽ ഇത് കാണും. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റില്ല. നല്ലവരുടെ പുറകിൽ അത് കാണുന്നതാണ്. പക്ഷെ അത് നമുക്ക് ഓലാണെങ്കിലും ആരാണെങ്കിലും അത് നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അവിടെ ചെടികളൊക്കെ വെച്ച് സെറ്റപ്പാക്കിയിട്ടുണ്ട്.
കാരണം അപ്പം ഇവിടെ ഇഷ്ടപ്പെട്ടവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരാം. ഇത് ബത്തേരി, വയനാട് ബത്തേരി പട്ടുവടി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇതുള്ളത്. ഞങ്ങൾ വീടിൻ്റെ മേലെ കയറിയ തൊട്ടിവിടെ ഈ പള്ളിയാണ് കേട്ടോ. 2 വട്ടം 6 ഇത് നല്ലൊരു ദൈവമായം കൊണ്ടാണ് ഇവിടെ ഒരു വട്ടം വെച്ചിരിക്കുന്നത്. കണ്ടോ കണ്ടോ ഇതിൻ്റെ ഉണ്ടാക്കിയുണ്ട്.